ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ക്ലാസിക്കൽ ലാംഗ്വേജസ്, ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ് ക്രോസ് ബോർഡർ ഇലക്ട്രിസിറ്റി ട്രേഡ് അഗ്രിമെന്റ്, പ്രൊജക്ട് എലഫന്റ്, ന്യൂ സ്കീംസ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ, പ്ലേസസ് ന്യൂസ് ആയിട്ട് ചാഗോസ് ആസിപ്പലാഗോ. അതിലത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ ലാംഗ്വേജസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ക്ലാസിക്കൽ ലാംഗ്വേജസ് എന്ന് പറയുന്ന ടോപ്പിക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ മീറ്റിങ്ങിനകത്ത് ഇന്ത്യയിലെ 5 ലാംഗ്വേജുകൾക്കും കൂടി ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പാലി, അതുപോലെ തന്നെ പ്രാകൃത്, അസാമീസ്, ബംഗാളി, മറാത്തി എന്നീ 5 ലാംഗ്വേജുകൾക്കാണ് ഇപ്പോൾ പുതുതായിട്ട് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ക്ലാസിക്കൽ ലാംഗ്വേജസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഭാഷകൾക്ക് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് കൊടുക്കാൻ തുടങ്ങുന്നത് 2004 തൊട്ടാണ്. 2004 ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ട് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂണിയൻ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണ്, അല്ലെങ്കിൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് ഈ ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ട് കമ്മിറ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ബേസിക്കലി ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ട് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലുള്ള ആളുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അവരുടെ പ്രൊപ്പോസലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് ഭാഷകൾക്ക് കൊടുക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ 2004 തമിഴ്, അതുപോലെ തന്നെ 2005 സാൻസ്കൃത്, 2008 കന്നഡ, 2008 തന്നെ തെലുഗു, അതുപോലെ തന്നെ 2013 മലയാളം, 2014 ഒഡിയ എന്നീ 6 ലാംഗ്വേജുകൾക്കാണ് ഇതിനു മുമ്പ് ഇന്ത്യയിൽ ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഒറ്റയടിക്ക് 5 ലാംഗ്വേജുകൾക്കും കൂടി പദവി കൊടുക്കുന്നതോടുകൂടി ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് ഉള്ള ഇന്ത്യയിലെ ഭാഷകളുടെ എണ്ണം 11 മാറി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഒരു ലാംഗ്വേജിന് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് കൊടുക്കാനുള്ള ക്രൈറ്റീരിയ ആയിട്ട് ഈ ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ട് കമ്മിറ്റി പ്രപ്പോസ് ചെയ്തിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്, ഒന്ന്, ഈ പറയുന്ന ലാംഗ്വേജസിന്റെ ഒരു റെക്കോർഡഡ് ഹിസ്റ്ററി, അല്ലെങ്കിൽ ഈ ലാംഗ്വേജസിലുള്ള ടെക്സ്റ്റുകളുടെ റെക്കോർഡഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 1500 തൊട്ട് 2000 വർഷമെങ്കിലും ആവണം. അതായത് ഇത്രയധികം പഴക്കമുള്ള ലാംഗ്വേജസ് ആണ് ഇതെന്ന് തെളിയിക്കാൻ പറ്റണം. രണ്ടാമതായിട്ട് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ ലാംഗ്വേജസിലുള്ള ആൻഷ്യന്റ് ലിറ്ററേച്ചർ, അതുപോലെ തന്നെ ടെക്സ്റ്റുകൾ, ഇത് ഈ പറയുന്ന ഈ ലാംഗ്വേജിലെ ജനറേഷൻസ് ഓഫ് സ്പീക്കേഴ്സിന്റെ, അല്ലെങ്കിൽ തലമുറകളായിട്ടുള്ള ഈ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഒരു വാല്യുബിൾ ഹെറിറ്റേജ് ആയിട്ട് കണക്കാക്കുന്ന അത്തരത്തിലുള്ള ആൻഷ്യന്റ് ലിറ്ററേച്ചറും ടെക്സ്റ്റുകളും ഉണ്ടാവണം. മൂന്നാമതായിട്ട് ഈ ലാംഗ്വേജിന് ഒരു ഈ ലാംഗ്വേജിന്റെ ലിറ്റററി ട്രഡീഷൻ എന്ന് പറയുന്നത് ഒറിജിൻ ആയിരിക്കണം. അത് മറ്റൊരു ഭാഷയിൽ നിന്ന് കടം കൊണ്ടതായിരിക്കരുത്. ഓക്കെ, മറ്റൊരു ഭാഷയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു ഭാഷാ വിഭാഗത്തിൽ നിന്നോ കടം കൊണ്ടതായിരിക്കരുത്. സോ ഈ ഈ 3 കാര്യങ്ങളാണ് ഇതിനുള്ള ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ ക്രൈറ്റീരിയാസിനകത്ത് ചെറിയ ചില മാറ്റങ്ങൾ ഇപ്പോൾ 2024 ഈ ഈ നേരത്തെ പറഞ്ഞ ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ട് കമ്മിറ്റി ഈ 2024 സാഹിത്യ അക്കാദമിയുടെ കീഴിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഈ 5 ലാംഗ്വേജുകൾക്ക് പുതുതായിട്ട് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ നിലവിൽ ഈ ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ട് കമ്മിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത് ബേസിക്കലി സാഹിത്യ അക്കാദമി തന്നെയാണെന്ന് മനസ്സിലാക്കുക. അവർക്കാണ് ഇപ്പോൾ അതിനുള്ള അധികാരമുള്ളത്. അപ്പൊ ഇതിനകത്ത് ചെറിയ ചില മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും വരുത്താതെ തന്നെ ഈ ക്രൈറ്റീരിയാസിനകത്ത് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ 5 ലാംഗ്വേജസും കൂടി ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ക്ലാസിക്കൽ ലാംഗ്വേജും അതുപോലെ തന്നെ ഇവരുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ ലാംഗ്വേജസിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ, വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് ഒരു ലാംഗ്വേജിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസിക്കൽ ലാംഗ്വേജിന് എന്തൊക്കെ തരത്തിലുള്ള സപ്പോർട്ടാണ് കിട്ടുക, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഒരു ലാംഗ്വേജിനെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഈ പറയുന്ന ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ലാംഗ്വേജിൽ 2 ഇന്റർനാഷണൽ അവാർഡ്സ് ആനുവലി ഡിക്ലെയർ ചെയ്യപ്പെടും. ഓക്കെ, ആനുവൽ ആയിട്ടുള്ള 2 ഇന്റർനാഷണൽ ലിറ്റററി അവാർഡ്സ് ഈ പറയുന്ന ക്ലാസിക്കൽ ലാംഗ്വേജ് ആ പെർട്ടിക്കുലർ ലാംഗ്വേജ് ബന്ധപ്പെട്ട് ഡിക്ലെയർ ചെയ്യപ്പെടും. ബേസിക്കലി ആ ലാംഗ്വേജിനകത്തുള്ള സ്കോളേഴ്സ് ഓഫ് എമിനൻസിനാണ് ഈ അവാർഡുകൾ കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ആ പെർട്ടിക്കുലർ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെന്റർ ഓഫ് എക്സലൻസ് ഫോർ സ്റ്റഡീസ് ഇൻ ക്ലാസിക്കൽ ലാംഗ്വേജസ് എന്ന് പറയുന്ന ഒരു സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷന് ഈ പെർട്ടിക്കുലർ ക്ലാസിക്കൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെന്ററുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ ചെയറുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ക്രിയേറ്റ് ചെയ്യാൻ
നിർബന്ധിതരാകും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ അടുത്ത് അങ്ങനെ ഒരു റിക്വസ്റ്റ് പോകും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇനീഷ്യേറ്റീവ്സ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്രൊജക്ട് എലഫന്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പ്രൊജക്ട് എലഫന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആനകളുടെ കണക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു എഡിറ്റോറിയൽ അവർ പബ്ലിഷ് ചെയ്തേക്കുന്നത് ഈ പറയുന്ന എലഫൻസിന്റെ കണക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ എലഫന്റ് പോപ്പുലേഷന്റെ സെൻസസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ WII ആണ്. അപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ എലഫന്റ് പോപ്പുലേഷന്റെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട്, ഈ എലഫന്റ് പോപ്പുലേഷൻ ഒരിക്കലും ഒരു ത്രെട്ടൻഡ് ആയിട്ട് മാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പണ്ട് കാലത്തൊരു പ്രൊജക്ട് എലഫന്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് 1992 ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമായിട്ടാണ് ഈ പ്രൊജക്ട് എലഫന്റ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പ്രൊജക്ട് എലഫന്റിന്റെ ഒരു ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്ന് ഈ എലഫൻസിന്റെ പോപ്പുലേഷനെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ഹാബിറ്റാറ്റ്, അവരുടെ മൈഗ്രേഷൻ റൂട്ടുകൾ, നമ്മൾ ആനത്താരകൾ എന്ന് പറയും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റിനെ അഡ്രസ്സ് ചെയ്യുക. കാരണം നമ്മുടെ ഇന്ത്യയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഈ കഴിഞ്ഞൊരു 2 ഡെക്കേഡിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റുകളിൽ ഈ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഇന്ററാക്ഷൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ കൃഷിനാശം, ആളുകൾക്കെതിരായിട്ട് നടക്കുന്ന മനുഷ്യരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മെജോറിറ്റിയും വരുന്നത് ഈ എലഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുക, കാരണം അത് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫോറസ്റ്റ് ഏരിയാസിൻ്റെ ഒക്കെ ബോർഡേഴ്സിൽ താമസിക്കുന്ന കമ്മ്യൂണിറ്റീസിനകത്ത് ഈ എലിഫൻസ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അതിനെതിരായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാകും. അപ്പോൾ അതും ഈ സ്പീഷീസിനെ ത്രെട്ടൻ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ക്യാപ്റ്റിവിറ്റിയിലുള്ള എലിഫൻസിന്റെ, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ അനുസരിച്ച് ഒട്ടുമിക്ക വന്യമൃഗങ്ങളെയും ക്യാപ്റ്റിവിറ്റിയിൽ സൂക്ഷിക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഈ എലിഫൻസിന്റെ കേസിൽ നമുക്ക് പ്രൈവറ്റ് ഓണർഷിപ്പ് അലൗഡ് ആണ്. ഇപ്പോൾ സിംഹത്തിൻ്റെയോ കടുവയുടെ ഒന്നും കേസിൽ അത് പറ്റില്ല, പക്ഷേ എലിഫന്റിന്റെ കേസിൽ പറ്റും. അപ്പോൾ ക്യാപ്റ്റിവിറ്റിയിൽ ഏറ്റവും അധികമുള്ള വൈൽഡ് ആനിമൽസിൽ ഒന്നാണ് എലിഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എലിഫൻസിന്റെ വെൽഫെയർ നോക്കുക എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന പ്രൊജക്ട് എലിഫന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം എലിഫന്റ് പോപ്പുലേഷൻ ഉള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള 16 സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറീസിലുമാണ് പ്രധാനമായിട്ടും ഈ പ്രൊജക്ട് എലിഫന്റ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട എലഫന്റ് റേഞ്ചുകളുള്ള സ്റ്റേറ്റുകളിൽ, ഇപ്പോൾ അസാം, കർണാടക, കേരള ഒക്കെ പോലുള്ള സ്റ്റേറ്റുകളാണ്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റുകൾക്ക് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഈ പ്രൊജക്ട് എലിഫന്റിന്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗത്തുനിന്ന് കിട്ടും, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടും. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്ത്യ, നേപ്പാൾ ആൻഡ് ബംഗ്ലാദേശ് ക്രോസ് ബോർഡർ ഇലക്ട്രിസിറ്റി ട്രേഡ് അഗ്രിമെന്റിനെ കുറിച്ചാണ്. സോ ഇപ്പോൾ ഇന്ത്യ, നേപ്പാൾ ആൻഡ് ബംഗ്ലാദേശ് ക്രോസ് ബോർഡർ ഇലക്ട്രിസിറ്റി ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ റീസെന്റ് ഈ 3 രാജ്യങ്ങൾ തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രൈപാർട്ടൈറ്റ് അഗ്രിമെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് കുറച്ച് കാലങ്ങളായിട്ട് പെൻഡിങ്ങിലുള്ള ഒരു അഗ്രിമെന്റ് ആണ്. സോ ഈ അഗ്രിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, നമ്മുടെ സൗത്ത് ഏഷ്യയിലുള്ള രാജ്യങ്ങളിൽ സർപ്ലസ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനുള്ള അപൂർവം രാജ്യങ്ങളിലൊന്നാണ് നേപ്പാൾ എന്ന് പറയുന്നത്. അതായത് അവരുടെ ഡൊമസ്റ്റിക് കൺസംഷനും കഴിഞ്ഞ് അതിൽ കൂടുതൽ, അവരുടെ ഡൊമസ്റ്റിക് കൺസംഷനെക്കാട്ടിലും കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് നേപ്പാളും അതുപോലെ തന്നെ ഭൂട്ടാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഈ 2014 മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു പ്രപ്പോസൽ ആയിരുന്നു ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള കോപ്പറേഷനൊക്കെ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഇലക്ട്രിസിറ്റി സർപ്ലസ് ഉള്ള രാജ്യങ്ങളിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ഉള്ള, അല്ലെങ്കിൽ അതിന്റെ ഡെഫിസിറ്റ് ഉള്ള, അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ആവശ്യമുള്ള ഇന്ത്യ, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാർക്കിന്റെ കീഴിൽ ഒരു കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് 2014 കാഠ്മണ്ഡുവിൽ വെച്ച് സാർക്ക് സമ്മിറ്റ് നടക്കുന്ന സമയത്ത് ഒന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പാകിസ്ഥാന്റെ ഒപ്പോസിഷൻ കാരണമാണ് നടക്കാതെ വന്നത്. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രീറ്റിയാണിത്. പക്ഷെ അത് ഇപ്പോഴാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രീറ്റി അനുസരിച്ച് ബംഗ്ലാദേശിന് ഇന്ത്യയിലൂടെ നേപ്പാളിൽ നിന്ന് ഇലക്ട്രിസിറ്റി പർച്ചേസ് ചെയ്തിട്ട് ആ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ബംഗ്ലാദേശ് നേപ്പാളിന് പൈസ കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ഇലക്ട്രിസിറ്റി പർച്ചേസ് ചെയ്യും. പക്ഷേ ബംഗ്ലാദേശും നേപ്പാളും തമ്മിൽ നേരിട്ട് അതിർത്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് നേരിട്ട് ആ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇന്ത്യൻ ടെറിട്ടറിയിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യനെ കൂടി ഇതിനകത്തൊരു പാർട്ടിയാക്കുന്നത്. അപ്പോൾ ഈ അഗ്രിമെന്റ് അനുസരിച്ച് ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി ഗ്രിഡ്സിലൂടെ ബംഗ്ലാദേശിന് നേപ്പാളിൽ നിന്ന് ഇലക്ട്രിസിറ്റി പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇന്ത്യയിലൂടെയാണ് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ നോർമലി ഈ റെയിനി സീസൺ ആയിട്ട് കണക്കാക്കുന്ന ജൂൺ പകുതി തൊട്ട് നവംബർ പകുതി വരെയുള്ള കാലഘട്ടത്തിൽ
ഈ നേപ്പാളിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു പീക്ക് പീരീഡിൽ, അതായത് ഈ ഇലക്ട്രിസിറ്റി ജനറേഷൻ വളരെ എക്സസീവ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടക്കുന്ന ഈ ഒരു റൈനി സീസണിലാണ് നേപ്പാൾ ബംഗ്ലാദേശിന് ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ അത് ഓൾറെഡി ഇന്ത്യനെയും നേപ്പാളിനെയും കണക്ട് ചെയ്യുന്ന ഒരു 400 kV പവർ ട്രാൻസ്മിഷൻ കേപ്പബിലിറ്റി ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ് നാഷണൽ പവർ ലൈൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ദാൽക്കബാർ മുസാഫർപൂർ ട്രാൻസ്മിഷൻ ലൈൻ എന്നുള്ളത്. ഇത് നേപ്പാളിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ദാൽക്കബാർ എന്നുള്ളത്. മുസാഫർപൂർ എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ബീഹാറിലുള്ള ഒരു ടൗൺ ആണ്. അപ്പോൾ ഇവിടെയുള്ള ഇതിന് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു 400 kV ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്. ആ ലൈൻ വഴിയാണ് ഈ ബംഗ്ലാദേശിലേക്കുള്ള ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ചാഗോസ് ആർച്ചിപ്പലാഗോ ആണ്. സോ ഈ ചാഗോസ് ആർച്ചിപ്പലാഗോനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ ചാഗോസ് ആർച്ചിപ്പലാഗോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ സൗത്തിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിന്റെയും അതുപോലെ തന്നെ മാൽദീവ്സിന്റെ ഒക്കെ തൊട്ട് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഏകദേശം 58ഓളം ഐലൻഡുകളുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. അപ്പോൾ ഈ ചാഗോസ് ആർച്ചിപ്പലാഗോ ഇത്തരത്തിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ മാൽദീവ്സിന്റെ തൊട്ടടുത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും ഇത് ഹിസ്റ്റോറിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മൗറീഷ്യസിന്റെ ഭാഗമായിട്ടുള്ള ടെറിട്ടറിയാണ്. അപ്പോൾ 1960കളിൽ ഈ മൗറീഷ്യസിന് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം നൽകിയ സമയത്ത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കൊളോണിയലിസം മൗറീഷ്യസിൽ അവസാനിച്ച സമയത്ത് ഈ ചാഗോസ് ആർച്ചിപ്പലാഗോ മാത്രം ബ്രിട്ടീഷുകാർ മൗറീഷ്യസിന് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പകരം അവരൊരു ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി എന്നുള്ള പേരിൽ, ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി ഇൻ ഇന്ത്യൻ ഓഷൻ എന്നുള്ള പേരിൽ ഇവിടെ അവർ തിരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനെതിരായിട്ട് ഒരുപാട് നിയമ പോരാട്ടങ്ങളൊക്കെ മൗറീഷ്യസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയൊക്കെ മൗറീഷ്യസിനെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ അവസാനം ഇപ്പോൾ റീസെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ മൗറീഷ്യസിന്റെ മുകളിലുള്ള ഈ ചാഗോസ് ആർച്ചിപ്പലാഗോയുടെ മുകളിലുള്ള സോവറൈനിറ്റി മൗറീഷ്യസിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കരാർ ഈ 2 രാജ്യങ്ങളും സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ചാഗോസ് ആർച്ചിപ്പലാഗോ അല്ലെങ്കിൽ ചാഗോസ് ഐലൻഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള, ഏകദേശം സെൻട്രൽ ഇന്ത്യൻ ഓഷനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. ഏകദേശം 58ഓളം ഐലൻഡുകൾ വരുന്ന ഒരു ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കുക. മാൽദീവ്സിന്റെയും ലക്ഷദ്വീപിന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഒക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ പെനിൻസുലയുടെ ഒക്കെ സൗത്തിലായിട്ടാണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യൻ പെനിൻസുലയുടെ ഒരു സൗത്ത് വെസ്റ്റേൺ സൈഡിലേക്കായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മാൽദീവ്സിന്റെയും ലക്ഷദ്വീപിന്റെ ഒക്കെ കറക്റ്റ് ഡയറക്റ്റ് സൗത്ത് ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണിത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇത്രയും കാലം യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടൻ അവരുടെ ഒരു ഓവർസീസ് ടെറിട്ടറി ആയിട്ട് കൺട്രോൾ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. ഇനിയും ചാഗോസ് ആർച്ചിപ്പലാഗോ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, ഈ ചാഗോസ് ആർച്ചിപ്പലാഗോയിലെ ഏറ്റവും വലിയ ഐലൻഡ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്ട്രക്ചർ അല്ലെങ്കിൽ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത് ഒരു ഡിയാഗോ ഗാർഷിയ അറ്റോൾ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഡിയാഗോ ഗാർഷിയ അറ്റോളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിയാഗോ ഗാർഷിയ അറ്റോളിൽ നമ്മുടെ ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ മിലിറ്ററി ബേസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഡിയാഗോ ഗാർഷിയ അറ്റോളിലാണ്. അപ്പോൾ ഈ ഡിയാഗോ ഗാർഷിയ അറ്റോൾ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ അമേരിക്കയ്ക്ക് ലീസ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ടെറിട്ടറിയാണ്. അവിടെ വലിയൊരു യു എസ് ബേസ് ഉണ്ട്. അപ്പോൾ ഈ ചാഗോസ് ആർച്ചിപ്പലാഗോയുടെ മുകളിലുള്ള സോവറിനിറ്റി ബ്രിട്ടീഷുകാർ ഇത്രയും കാലം ഈ മൗറീഷ്യസിന് വിട്ടുകൊടുക്കാത്തതിന്റെ ഒരു കാരണമായിട്ട് പറയപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മിലിറ്ററി ബേസ് അവിടെ ഉള്ളതുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ചാഗോസ് ആർച്ചിപ്പലാഗോ ബ്രിട്ടീഷുകാർ മൗറീഷ്യസിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഡിയാഗോ ഗാർഷിയയുടെ മുകളിലുള്ള കൺട്രോൾ ബ്രിട്ടന്റെയും US-ന്റെയും കയ്യിൽ തന്നെയായിരിക്കും. അതായത് ഇവർ ഈ ചാഗോസ് ആർച്ചിപ്പലാഗോ ഐലൻഡ്സ് മൗറീഷ്യസിന് വിട്ടുകൊടുക്കാനുള്ള ഒരു കണ്ടീഷനായിട്ട് വെച്ചിട്ടുള്ളത് ഈ പറയുന്ന ഡിയാഗോ ഗാർഷിയ എന്ന് പറയുന്ന ഐലൻഡ് 99 വർഷത്തേക്ക് ഒരു ലീസിന് ഇവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അത് മിനിമൽ ആയിട്ടുള്ള എമൗണ്ട് കാലഘട്ടം എന്ന് പറയുന്നത് 99 വർഷമാണ്. അത് അതിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാഗോസ് ആർച്ചിപ്പലാഗോയുടെ സോവറിനിറ്റി, അതിന്റെ മുകളിലുള്ള സോവറിനിറ്റി മൗറീഷ്യസിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലും ഡിയാഗോ ഗാർഷിയ അറ്റോൾ ഇനിയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കൺട്രോളിൽ കണ്ടിന്യൂ ചെയ്യുന്നു മനസ്സിലാക്കുക. ഇനി ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ മറീൻ ക്ലൈമറ്റ് ആണ്. ഹൈ ടെമ്പറേച്ചറും അതുപോലെ തന്നെ എലവേറ്റഡ് ഹ്യൂമിഡിറ്റി ലെവലൊക്കെയാണ് ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഉടമസ്ഥാവകാശമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ നടന്നിട്ടുണ്ടായിരുന്ന കേസുകളുടെ ഭാഗമായിട്ട് 2017 UN ജനറൽ അസംബ്ലി ഈ പറയുന്ന ഡിയാഗോ ഗാർഷിയയുടെ മുകളിലുള്ള ഉടമസ്ഥാവകാശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൗറീഷ്യസിന്റെ പരാതി ICJ കേൾക്കണം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ICJ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ ലീഗൽ ആമാണ്. അപ്പോൾ ICJ 2019 ഈ ചാഗോസ് ആർച്ചിപ്പലാഗോ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിന്റെ മുകളിൽ, ഇൻക്ലൂഡിംഗ് ഡിയാഗോ ഗാർഷിയ എന്ന് പറയുന്ന ഐലൻഡിന്റെ മുകളിലൊക്കെയുള്ള ബ്രിട്ടന്റെ കൺട്രോൾ ഇല്ലീഗൽ ആണെന്നും ബ്രിട്ടൻ അവിടുന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ബ്രിട്ടനും അമേരിക്കയൊന്നും ഇത്രയും കാലമായിട്ട് അതിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.